ഈ ആമവാദം കേട്ടിട്ടുണ്ടോ? ആമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾക്ക് മന്ദാഗ്നി ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ നമ്മളുടെ ഡൈജഷൻ ഭയങ്കര പുവറായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ മെറ്റബോളിസം പുവറായിട്ടുള്ളപ്പോൾ ഈ ഭക്ഷണം നമ്മൾക്ക് വേണ്ട ധാതുവിലോട്ട് എത്തത്തില്ല. ഇത് നമ്മുടെ സ്രോതസ്സിനെ, അതായത് ചാനൽസിനെ ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങും. ഈ വാദത്തിനെയും പിത്തത്തിനെയും കഫത്തിനെയും നമ്മൾ മുമ്പ് പറഞ്ഞ വീഡിയോ പോലെ അഫക്റ്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഓരോ അസുഖങ്ങൾ വരാൻ തുടങ്ങും. നമ്മൾ ആദ്യം കാണുന്ന ലക്ഷണങ്ങൾ ലെത്താർജി, അല്ലെങ്കിൽ ഒരു ബ്രെയിൻ ഫോഗ് പോലത്തെ സിംറ്റംസ്, ഹെവിനെസ് ഫീൽ ചെയ്യുക, എപ്പോഴും ഉറങ്ങാൻ തോന്നുക, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും. ഇത് പതുക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ വിടും. നമുക്ക് ക്ഷീണം കൊണ്ടാണ്, നമുക്ക് ജോലി തിരക്ക് കാരണമാണ്, നമ്മുടെ സ്ട്രെസ്സ് കാരണമാണെന്നും പറഞ്ഞ് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ സിംറ്റംസ് ആണ് ഇതെല്ലാം. അപ്പോൾ ഇത് പതുക്കെ നമ്മുടെ ബോഡിയിൽ ഗട്ട് ഇൻബാലൻസ്, അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ മൊത്തത്തിൽ തകരാറാക്കുന്നു. നമ്മുടെ ബോഡിയിൽ കൂടുതൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് കൂടുന്നു, ബോഡിയിൽ മൊത്തത്തിലുള്ള ഇൻഫ്ലമേഷൻ കൂടുന്നു. ഇതൊക്കെ പ്രായമായി കഴിയുമ്പോഴത്തേനും വാദത്തിൻ്റെ എഫക്റ്റും വാദത്തിൻ്റെ ഇംബാലൻസും കൂടി ആയി കഴിയുമ്പോൾ ആമവാദം പോലത്തെ സിംറ്റംസ് വരും. രക്തം ഇൻവോൾവ്മെൻറ്റ് വരുമ്പോൾ രക്തവാദം പോലത്തെ സിംറ്റംസ് വരുന്നു. അങ്ങനെ ആമത്തിനും വാദത്തിൻ്റെയും പിത്തത്തിൻ്റെയും കഫത്തിൻ്റെയും കൂടെ ഓരോ അസുഖങ്ങൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇത് വാദത്തിൻ്റെ കൂടെ വരുമ്പോഴാണ് ഏറ്റവും ഡേഞ്ചർ. കാരണം ആമത്തിനെ ചികിത്സിക്കേണ്ട രീതികളും വാദത്തിനെ ചികിത്സിക്കുന്ന രീതികളും നേരെ ഓപ്പോസിറ്റാണ്. സോ ആമത്തിന് ചികിത്സ കൊടുത്താൽ വാദം കൂടും, വാദത്തിന് ചികിത്സ കൊടുത്താൽ ആമം കൂടും. സോ അത് ട്രീറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഇത് ഈ ഒരു സ്റ്റേജിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ട്രീറ്റ് ചെയ്ത് പോവുക.